ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. പല കുട്ടികളായിട്ട് നമ്മളോട് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x, എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം സൈൻ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/π ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് dx. അല്ലെ, ഇതാണ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/x ആണ്. ഫോർ ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു √2/π ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സിന് പകരം 1/x സൈൻ ഒമേഗ എക്സ് dx. ഓക്കെ, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. നമ്മൾ സൈൻ ഒമേഗ എക്സിന് പകരം ഇതിൽ ഒമേഗ എക്സിന് പകരം ടി കൊടുക്കാന്ന് വിചാരിക്കുക. ടേക്ക് ടി ഈക്വൽ ടു ഒമേഗ എക്സ് ഡി ടി ഈക്വൽ ടു ഒമേഗ ഡി എക്സ്. ഇവിടെ ഡി എക്സ് ഉണ്ട്, അപ്പൊ നമുക്ക് 1/ഒമേഗ ടി ടി ഈക്വൽ ടു ഡി എക്സ് എന്ന് എടുക്കാം. അതുപോലെ തന്നെ ഫ്രം ദിസ് വാട്ട് ഇസ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി ബൈ ഒമേഗയാണ് അല്ലെ. ദെൻ ലിമിറ്റും കൂടെ നോക്കാം നിങ്ങൾ. ഇഫ് എക്സ് ഈക്വൽ ടു 0 then t is 0 അല്ലെ. if x is infinity, x infinity ആകുമ്പോൾ t യും എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. t is also infinity. therefore ഈ ഇന്റഗ്രലിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഇന്റഗ്രൽ becomes this is equal to √2/π ഇന്റഗ്രൽ 0 to infinity sin ഒമേഗ എക്സിന് പകരം നമ്മൾ എഴുതുന്നത് t ആണ് ഡിവൈഡഡ് ബൈ എക്സ് ഉണ്ട്. എക്സിന് പകരം നമ്മൾ എഴുതുന്നത് ടി ബൈ ഒമേഗ. പിന്നെ ഡി എക്സ് ഉണ്ട്. ഡി എക്സിന് പകരം നമ്മൾ എഴുതുന്നത് ഡി ടി ബൈ ഒമേഗ. ഡി ടി ബൈ ഒമേഗ അല്ലെ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. ആൻഡ് ഇവിടുത്തെ ഈ ഒമേഗ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. നൗ ഇറ്റ് ബിക്കംസ് ഇന്റഗ്രൽ √2/π ഇന്റഗ്രൽ 0 to infinity സൈൻ ടി ബൈ ടി ഡി ടി. ഈ ഇന്റഗ്രൽ നമുക്ക് അറിയാവുന്ന ഇന്റഗ്രൽ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇന്റഗ്രൽ 0 to infinity sin x by x എന്ന് പറഞ്ഞാൽ എന്താണ്? sin x by x dx is equal to π/2 എന്ന് നമ്മൾ ഇന്റഗ്രൽ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. നമുക്കറിയാവുന്ന ഇന്റഗ്രൽ ആണ്. ഇനി അങ്ങനെ ആരും പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചു വെക്കുക. sin x by x dx equal to π/2 ആണ്. അത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2/π into π/2. ദാറ്റ് ഈസ് ഇവിടെ റൂട്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ആൻസർ വിൽ ബി √π/2. അപ്പൊ 1/x ന്റെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? √π/2 ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് 2e⁻³ plus 3e⁻²x. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. അഗൈൻ ഫോർമുല യൂസ് ചെയ്യുക. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ ഫോർമുല എഴുതണം കേട്ടോ, അത് മറന്നു വരുത്. √2/π ഇന്റഗ്രൽ 0 to infinity f of x into sin omega x dx. Okay, now this is equal to √2/π integral 0 to infinity f of x 2e⁻³ plus 3e⁻²x into sin omega x dx. സ്പ്ലിറ്റ് ചെയ്യുക. ഇന്റഗ്രൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് 2/π ഇവിടുന്ന് 2 പുറത്തേക്ക് എടുത്താൽ 2 into integral 0 to infinity e⁻³ into sin omega x dx എന്ന് എഴുതാം. പ്ലസ് 3 into integral 0 to infinity e⁻²x into sin omega x dx. ഈ √2/π രണ്ടും കോമൺ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഓൾറെഡി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഇന്റഗ്രൽ ഫോർമുലയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്റഗ്രൽ 0 to infinity e⁻ax into sin bx. എന്തായിരുന്നു ഇതിന്റെ ആൻസർ? ഇറ്റ് ഈസ് b by അല്ലെ, b by a² plus b². സൈൻ ആകുമ്പോൾ b by a² plus b². കോസ് ആകുമ്പോൾ a by a² plus
ബി സ്ക്വയർ. അതാണ് അതിന്റെ ഫോർമുല. ഇവിടെ രണ്ടിലും സൈൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് ആ ഫോർമുല യൂസ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് 2 ബൈ പൈ 2 ഇൻറ്റു ഇവിടുത്തെ ബി എന്ന് പറയുന്നത് ഒമേഗയാണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഒമേഗ ബൈ എ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 സ്ക്വയർ 9 പ്ലസ് ബി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു അഗൈൻ ഇവിടെയും ഒമേഗ ബൈ എ എന്ന് പറയുന്നത് 2 ആണ്. 2 സ്ക്വയർ 4 പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ദിസ് ഇസ് റൂട്ട് 2 ബൈ പൈ 2 പൈ ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് 9 പ്ലസ് 3 ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് 4. ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും ഒരു ആൻസർ ഏകദേശം ഇതുപോലെ തന്നെ, മൈനസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ക്യാൻസലേഷൻ ഒന്നും നടക്കില്ല. അപ്പൊ ഇത് ആൻസർ എഴുതിയാലും മതി. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതാണ്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാന്ന് മാത്രം. ഇത് ഒരുപാട് തവണ പല ആൾക്കാരായിട്ട് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. നമ്മള് ഡെറിവേറ്റീവ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇതിന്റെ ഒരു ചെറിയ കേസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ആണ്. ഇതിപ്പോ ബൈ ഡെഫിനേഷൻ നമുക്കറിയാം എന്താണ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് dx അല്ലെ, cos omega x dx. Now this is equal to root 2 by pi integral 0 to infinity e raised to minus x square into ഈ cos omega x നെ നമുക്ക് മാറ്റി എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് മാറ്റാനൊരു ഫോർമുല ഉണ്ട്. എന്താണത്? cos x equal to e raised to ix plus e raised to minus ix by 2. ഇങ്ങനെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കോംപ്ലക്സിലെ ലീനിയർ ഓൾജിബ്രയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുമ്പ്. അങ്ങനെ ഒരു ഫോർമുല ഞാൻ ആരും പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിച്ചു വെക്കുക. കോസ് എക്സ് ഇതാണ്. സൈൻ എക്സ് വരുമ്പോ എന്താ വരിക? ഇ റേസ് ടു ഐ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ബൈ 2i ആണ് വരിക. ഓക്കെ, ഇനി അത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സൈൻ എക്സും കോസ് എക്സിനെയും നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോർമുല കോംപ്ലക്സ് ഫോർമുല ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സാധനമാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ എക്സിന് പകരമുള്ളത് എക്സ് ഒമേഗയാണ്. അപ്പൊ എന്ത് വരും? e raised to I omega x plus e raised to minus I omega x divided by 2 എന്ന് വരെ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. Then ഈ 2 നമ്മൾ ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ മുകളിലത്തെ റൂട്ട് ക്യാൻസൽ ചെയ്ത് താഴെ റൂട്ട് വരും. അപ്പൊ 1 by root 2 pi താഴെയാണ് വരിക. ഇന്റഗ്രൽ 0 to infinity e raised to minus x square into e raised to I omega x plus e raised to minus I omega x എന്ന് വരും. ഇനി ഇത് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തോളൂ. ഈ എക്സ് സ്ക്വയർ 1 by root 2 pi ഇന്റഗ്രൽ 0 to infinity e raised to minus x square into e raised to I omega x plus e raised to minus x square into e raised to minus I omega x dx. ഇനി പവർ നമുക്ക് ആഡ് ചെയ്യാം. ബേസ് സെയിം ആയതുകൊണ്ട് രണ്ടിന്റെയും. അപ്പൊ നമ്മൾ ആഡ് ചെയ്യും. 1 by root 2 pi integral 0 to infinity e raised to minus x square plus I omega x plus e raised to minus x square minus I omega x. ഓക്കെ, ഇങ്ങനെ എഴുതാം dx. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ എക്സ് സ്ക്വയറിന്റെ ടേം കോൺസ്റ്റന്റ് ടേം എക്സിന്റെ ടേം കൂടെ ഉണ്ട്. കോൺസ്റ്റന്റ് കൂടെ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് ഞാൻ ആ മൈനസ് രണ്ടൊന്നും ഔട്ട് സൈഡ് എടുക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ്. 1 by root 2 pi integral 0 to infinity e raised to minus x square minus I omega x plus e raised to minus x square plus I omega x dx. ഓക്കെ, രണ്ടൊന്ന് മൈനസ് ഞാൻ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൈനസ് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് വരും. ഇത് രണ്ടൊന്ന് മൈനസ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ പ്ലസ് ആവും. ഓക്കെ, ഇനി 1 by root 2 pi integral 0 to infinity e raised to minus x square minus I omega x into ഇനി കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള മൈനസ് ഐ ഒമേഗയുടെ പകുതി മൈനസ് ഐ ഒമേഗ ബൈ 2 അതിന്റെ സ്ക്വയർ മൈനസ് ഐ ഒമേഗ ബൈ 2 സ്ക്വയർ. അതായത് ഐ ഒമേഗ ബൈ 2 സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. പ്ലസ് ഐ ഒമേഗ ബൈ 2 സ്ക്വയർ ആഡ് ചെയ്യുക. I omega by 2 square സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അതിവിടെ ചെയ്തു. അതേപോലെ തന്നെ ഈ സൈഡിലും ചെയ്യണം നമ്മള്. പ്ലസ് ഇ റേസ് ടു മൈനസ്
x square plus I omega x plus I omega by 2 the whole square minus I omega by 2 the whole square. Okay, അങ്ങനെ നമ്മൾ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, ഇൻറ്റു ഡി എക്സ് ഇവിടെ വരും അഡീഷണൽ ആയിട്ട്. Then this is equal to 1 by root 2 pi integral 0 to infinity e raised to minus, ഇതിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം. a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് ഇവിടെ എഴുതുന്നത് നമ്മൾ. x മൈനസ് ഐ ഒമേഗ ബൈ 2 the whole square മൈനസ് ഐ ഒമേഗ ബൈ 2 the whole square. ഇവിടെ ഐ മൈനസ് പുറത്തുണ്ട്, അത് ശ്രദ്ധിക്കണം, തെറ്റിപ്പോരുത്. Then plus e raised to minus, ഇവിടെ അത് തന്നെയാണ് വരിക, പക്ഷെ ഇവിടെ പ്ലസ് ആയിരിക്കും, പ്ലസ് ഐ ഒമേഗ ബൈ 2 the whole square മൈനസ് ഐ ഒമേഗ ബൈ 2 the whole square. Okay, dx. Clear? ഇനി this is equal to 1 by root 2 pi integral 0 to infinity e raised to minus x minus I omega by 2 the whole square. ഈ മൈനസ് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും, I omega by 2 the whole square വരും, പ്ലസ് e raised to minus x plus I omega by 2 the whole square ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് I omega by 2 the whole square എന്ന് കിട്ടും, into dx. Okay, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അഗൈൻ ഇതിലെ e raised to x dx ലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ x ഇല്ലാത്ത ബാക്കി വരുന്ന സാധനത്തെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 1 by root 2 pi ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഞാൻ അതിന് മുമ്പ് പുറത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് e raised to minus x minus I by I omega by 2 the whole square into e raised to, ഇത് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നോക്കി നോക്കൂ നിങ്ങൾ. I സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1, ഒമേഗ സ്ക്വയർ ബൈ 4 മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 കിട്ടും, പ്ലസ് e raised to minus x plus I omega by 2 the whole square, പിന്നെ മൈനസ് ഫ്രണ്ടിലുണ്ട്, ഇവിടെ ഇൻറ്റു e raised to, ഇതും അതേപോലെ തന്നെയാണ് വരിക, മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 dx. അപ്പൊ ഇതിൽ രണ്ടിലും ഇത് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇന്റഗ്രൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒമേഗ വരുന്ന ഒരു ടേം അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോ e raised to minus omega square by 4 by root 2 pi into balance integral 0 to infinity e raised to minus x minus I omega by 2 the whole square dx plus integral 0 to infinity e raised to minus x plus I omega by 2 the whole square dx. ഇങ്ങനെ കിട്ടുന്നുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഒരു ഫോർമുല പഠിച്ചു വെക്കണം. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഇനി ആരെങ്കിലും പഠിക്കാത്തുണ്ടെങ്കിൽ അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഈ ഒരു ഫോർമുല ഉണ്ട്, integral 0 to infinity e raised to minus t square dt is equal to root pi by 2 എന്ന് പറഞ്ഞൊരു ഫോർമുലയും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ആ ഫോർമുല പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ആൻസർ പെട്ടെന്ന് എഴുതാം. അപ്പൊ എനി വാരിയബിൾ റേസ് ടു എനി മൈനസ് ടി സ്ക്വയർ, അത് ഇവിടെ മൈനസ് ഈ ഒരു ടേം സ്ക്വയർ, ഡെഫിനറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് ആൻസറിൽ എക്സ് ഒന്നും ഉണ്ടാവില്ല, റൂട്ട് പൈ ബൈ 2 ആണ് വരുന്നത്. Therefore അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്ന ആൻസർ ആയിട്ട്. e raised to minus omega square by 4 by root 2 pi into root pi by 2 ഇവിടെ വരും, പ്ലസ് ഇവിടെയും റൂട്ട് പൈ ബൈ 2 വരും. രണ്ട് ടേം ഉണ്ട് അല്ലെ, അത് രണ്ടും ഒന്ന് പ്ലസ് ആയാലും മൈനസ് ആയാലും എന്തായാലും സ്ക്വയർ ആണ് അല്ലെ, ടി സ്ക്വയർ ആണ് സാധനം വന്നിട്ടുള്ളത്. അപ്പോ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ e raised to minus omega square by 4 by root 2 pi into റൂട്ട് പൈ അല്ലെ, റൂട്ട് പൈ ബൈ 2 പ്ലസ് റൂട്ട് പൈ ബൈ 2 പറയുമ്പോ 2 റൂട്ട് പൈ ബൈ 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ റൂട്ട് പൈ ബൈ 2 വരും. ഇതിനകത്ത് പൈ ബൈ 2 റൂട്ട് പൈ ബൈ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്താണ് നമുക്ക് കിട്ടുക, e raised to minus omega square by 4 divided by root 2. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ അല്ലാണ്ട് വേറൊരു മെത്തേഡും ഉണ്ട്, നമുക്ക് ഡിഫറൻഷിയേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്തൊക്കെ ചെയ്യാം. പക്ഷെ ഈ ഒരു ഫോർമുല നിങ്ങളിവിടെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് f of x equal to e raised to minus ax by x and use it to evaluate integral 0 to infinity tan inverse x by a sin x dx. ഓക്കെ, അപ്പോ ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ട്രാൻസ്ഫോമിലേക്ക് പോവാം. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് f of x ഫോർമുല എഴുതാം നമ്മൾ ആദ്യം. ഈക്വൽ ടു റൂട്ട് 2 by pi integral 0 to infinity f of x into sin omega x dx.
this is equal to root 2 by pi integral 0 to infinity e raised to minus ax by x sin omega x dx. Okay, ഇതിനെ നമുക്ക് സപ്പോസ് ഒരു fs of omega എന്ന് കൊടുക്കാം. ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആയതുകൊണ്ട്, ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആയതുകൊണ്ട് fs of omega. ഓക്കെ, ഇതിപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഇത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു ചെറിയൊരു കാര്യം ചെയ്യാണ്. We are going to differentiate the expression with respect to omega. രണ്ട് സൈഡിലും ഒമേഗ ഉണ്ട്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ d by d omega of fs of omega is equal to, ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ് അല്ലെ, root 2 by pi integral 0 to infinity e raised to minus ax by x. ഇതിലൊന്നും ഒമേഗ ഇല്ല, ഇതിൽ മാത്രമാണ് ഒമേഗ ഉള്ളത്. അപ്പൊ ഇതിനെ മാത്രമാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സൈനിന്റെ ഡെറിവേറ്റീവ് cos omega x into ഒമേഗയാണ് ഇവിടുത്തെ വാരിയബിൾ. അപ്പൊ കോൺസ്റ്റന്റ് എക്സ് ആയിരിക്കും, എക്സ് ഈ മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഇവിടെ ചെയിൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് സൈൻ ഒമേഗ എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഒമേഗ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ കണ്ടുപിടിക്കണല്ലോ. അപ്പൊ ഒമേഗയുടെ ഡെറിവേറ്റീവ് 1, എക്സിന്റെ ഡെറിവേറ്റീവ് എക്സ് അങ്ങനെ നിർത്താം കോൺസ്റ്റന്റ്. അപ്പൊ എക്സ് ആണ് വരിക, എക്സ് ആണ് നമ്മളോട് എഴുതിയിട്ടുള്ള ഡി എക്സ്. ഓക്കെ, ദെൻ ഈ എക്സും എക്സും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഇനി now this is equal to root 2 by pi integral 0 to infinity e raised to minus ax into cos omega x dx. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇന്റഗ്രൽ ഇക്വേഷൻ ആണ്. ഇന്റഗ്രൽ 0 to infinity e raised to minus ax into cos bx dx equal to a by a square plus b square. ഈ ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ cos bx എന്ന ഇക്വേഷൻ. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. therefore we will get root 2 by pi, ഇതിന് എന്താണ് വരിക, a by a square plus omega square എന്ന് വരും. അപ്പൊ ഇതാണ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് e raised to minus ax by not ഫോറിയർ സൈൻ ട്രാൻസ്ഫോം, ഇത് ഡെറിവേറ്റീവ് ഓഫ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ് അല്ലെ. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് എന്താണ്, d by d omega of fs of omega is equal to root 2 by pi a by a square plus omega square എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഡെറിവേറ്റീവ് ആണ്. നമുക്ക് വേണ്ടത് fs of omega ആണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മള് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. കാരണം ഒമേഗയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഒമേഗയിലാണ്. ഒമേഗയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക, ഇവിടെ fs of omega എന്ന് കിട്ടും. fs of omega equal to root 2 by pi കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ a by a square plus omega square d omega with respect to omega ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. now this is equal to root 2 by pi a കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1 by a square plus omega square, 1 by a square plus x square, 1 by a square plus x square ന്റെ ഇന്റഗ്രൽ എന്താണ്, it is 1 by a tan inverse x by a ആണ് അല്ലെ. അപ്പൊ അത് നമ്മളിവിടെ എഴുതുകയാണെങ്കിൽ 1 by a tan inverse omega by a എന്ന് നമുക്ക് കിട്ടും. പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി ഉണ്ടാവും. ഇനി അത് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒമേഗയ്ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേം മൊത്തമായിട്ട് എന്തായി പോകും, 0 ആയി പോകും. കാരണം നമ്മുടെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണെങ്കിലും സൈൻ ട്രാൻസ്ഫോം ആണെങ്കിലും അതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഏത് ഫംഗ്ഷനിലാണ്, ഒമേഗ ഏത് വേരിയബിൾ ആണ്, ഒമേഗയിലാണ്. ഒമേഗ 0 ആകുമ്പോൾ അതൊക്കെ ഒബിയസ്ലി എന്താവും, 0 ആവും. അപ്പൊ അതുകൊണ്ട് ഈ സിയുടെ വാല്യൂ എന്തായിരിക്കും, ഇവിടെ 0 ആയിരിക്കും. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഡയറക്ട്ലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 0. therefore റീസൺ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം, ഇഫ് ഒമേഗ ഈസ് 0 fs of omega is also 0. that implies c equal to 0 എന്ന് എഴുതാം. therefore Fourier sine transform of the given function e raised to minus ax by x എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോ it is root 2 by pi tan inverse of omega by a ആണ്. ഓക്കെ, അപ്പൊ Fourier sine transform നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ കൂടെ ഒരു ഇന്റഗ്രൽ ഇവാലുവേഷൻ ആണ് നടത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോ ഈ സാധനം വെച്ചിട്ടുള്ള ഇന്റഗ്രൽ ഇവാലുവേഷൻ ആണ് നമ്മൾ നടത്തേണ്ടത്. അപ്പൊ നമുക്ക് Fourier സൈൻ ട്രാൻസ്ഫോം ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ ഇൻവേഴ്സ് Fourier സൈൻ ട്രാൻസ്ഫോം എടുക്കുക. ഇൻവേഴ്സ് Fourier
സൈൻ ട്രാൻസ്ഫോം. ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഒരു റിസൾട്ട് നിങ്ങളോട് ഇന്റഗ്രൽ റിസൾട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 90% അതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. അപ്പൊ എന്താണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/π ഇന്റഗ്രൽ 0 to infinity fs of omega sin omega x d omega. ഇതാണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എഫ് എസ് ഓഫ് ഒമേഗ ആയിരിക്കും എഫ് ഓഫ് എക്സിന് പകരം, ഇവിടെ ഡി എക്സിന് പകരം ഡി ഒമേഗ ആയിരിക്കും മാത്രം. ഓക്കെ, ഇനി എഫ് എസ് ഓഫ് ഒമേഗ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു √2/π ഇന്റഗ്രൽ 0 to infinity √2/π tan inverse of omega by a sin omega x d omega എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടുക. ഈ √2/√2/π എന്തായി വരും, 2/π ആയിട്ട് വരും. ഇന്റഗ്രൽ 0 to infinity tan inverse of omega by a into sin omega x d omega അല്ലെ. ഇതാണ് ഇപ്പൊ നമുക്ക് എന്തായിട്ട് കിട്ടിയിട്ടുള്ളത്, എഫ് ഓഫ് എക്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇന്റഗ്രൽ നിങ്ങളൊന്ന് നോക്കി നോക്കൂ. അതിനകത്ത് ഇവിടെ എക്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇതായിരുന്നു, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്നായിരുന്നു അല്ലെ, സൈൻ എക്സ് ഡി എക്സ് എന്നായിരുന്നു. അപ്പൊ ഇവിടെ ശരിക്കും ഈ ഡി എക്സ് ഡി ഒമേഗ ആവേണ്ടതാണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ ഒമേഗയാണ് ശരിക്കും ഇവിടെ. അപ്പൊ ഇവിടെ കാണുന്ന ഒമേഗയൊക്കെ എക്സ് ആക്കുക. പിന്നെ എക്സ് ഉണ്ടായിരുന്നത്, എക്സിന് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, എക്സിന് 1 ആണ് കൊടുത്തിരിക്കുന്നത്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഈ തന്നിട്ടുള്ള ഇന്റഗ്രലില് എക്സിന് 1 കൊടുത്താൽ മതി. അപ്പൊ ഇത് നമുക്കൊന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇന്റഗ്രൽ 0 to infinity tan inverse of omega by a into sin omega x d omega equal to ഈ സാധനം ഇപ്പുറത്തേക്ക് വരുമ്പോ π/2 into എഫ് ഓഫ് എക്സ് ആയിട്ട് മാറും. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഇന്റഗ്രൽ നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കിയത്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ, ഇവിടെ ഉള്ളത് ഒമേഗ ബൈ എ ആണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ ഒമേഗ ആയിരിക്കുമല്ലോ. സൈൻ ഒമേഗ സൈൻ എക്സ് ഡി ഒമേഗയ്ക്ക് പകരം ഡി എക്സ്. അപ്പൊ ഇവിടെ ഒമേഗയാണ് എക്സ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എക്സ് എന്തായിരിക്കണം, ഇവിടെ ഒമേഗയുടെ കൂടെയാണ് എക്സ് ഉണ്ടായിരുന്നത്, ഇവിടെ എക്സ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. കൺഫ്യൂഷൻ ആവരുത്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോ വിൽ ടേക്ക് x equal to 1 in this integral. ഈ ഇന്റഗ്രൽ നമ്മൾ x equal to 1 കൊടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to infinity tan inverse of omega by a into sin omega d omega is equal to π/2 into f of 1. x ന് പകരം നമ്മൾ 1 ആണ് അവിടെ കൊടുക്കുന്നത്. ഇനി വാട്ട് ഇസ് എഫ് ഓഫ് എക്സ് നമുക്കറിയാം. എന്തായിരുന്നു എഫ് ഓഫ് എക്സ്, e raised to minus ax by x ആയിരുന്നു. അതിൽ x ന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താ നമുക്ക് കിട്ടുക, π/2 into e raised to minus a/1 എന്നാണ് കിട്ടുക. അപ്പൊ π/2 e raised to minus a ആണ് കിട്ടുക. Therefore ഇന്റഗ്രൽ 0 to infinity ഒമേഗയ്ക്ക് x ആക്കി മാറ്റാം. tan inverse of x by a into sin omega or sin x dx is equal to π/2 e raised to minus a എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കൊസൈൻ ട്രാൻസ്ഫോമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മുമ്പ് യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ എല്ലാവരും ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.